വിശേഷിച്ച് ഇരിക്കെ. ഓ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ചുമ്മാ വന്നേ ഉള്ളൂ. എന്തുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയ മോളെ? അവർ സ്കൂളിൽ പോയാൽ വരാറാകുമ്പോഴത്തേക്കിന് അങ്ങ് ചെല്ലണം. ചൂടും പിടിച്ച് എങ്ങനെയാണെന്നുള്ളത്. അവള് വന്നിട്ട് ഒത്തിരി ദിവസമായി. വിളിച്ചായിരുന്നു, ഇന്നലെ വൈകിട്ട് വിളിച്ചായിരുന്നു. അവള് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയതാ. നീ വിളിച്ചില്ലായിരുന്നോ? ചേച്ചി വിളിക്കുന്നുണ്ടോ അമ്മ? ഞാൻ ഒത്തിരി ദിവസമായി ചേച്ചിയെ വിളിച്ചിട്ട്. അമ്മയെ വിളിക്കുകയെല്ലാം ചെയ്തു, അമ്മ വിളിക്കുകയെല്ലാം ചെയ്തായിരുന്നു. ആ, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നെന്നാ പറഞ്ഞത്. അമ്മയെ ഞാൻ വന്നതേ, എനിക്ക് എന്തെങ്കിലും ഇച്ചിരി പൈസ വേണമായിരുന്നു അമ്മ. അപ്പം എന്നോട് അച്ഛൻ പറഞ്ഞു അമ്മയോടൊന്ന് ചോദിക്കാനെന്ന്. കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് വന്നതാ. ആഹാ, ചേച്ചി വരുന്നുണ്ടല്ലോ അമ്മേ. ആഹാ, അവളും വന്നോ? അവളെന്താ പ്രത്യേകിച്ച് ഇന്ന്? വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ വരുന്നുണ്ടെന്ന്. ആഹാ, നീയും വന്നിട്ടുണ്ടായിരുന്നോ? ആ, വാ, കയറി വാ. നാണ്ട് അവളും കൊച്ചവളും വന്നിട്ടുണ്ട്, ഇരിക്കെ. നീ ഇന്നലെ വിളിച്ചിട്ടൊന്നും പറഞ്ഞില്ലല്ലോ വരുന്നൊന്നും. ഇരിക്കടി. ഈ വെയിലും പിടിച്ച് രണ്ടുപേരും വന്നേല്ലേ. ഞാൻ എന്തെങ്കിലും ഇച്ചിരി വെള്ളം എടുക്കാം. വെള്ളം അത് ഞാൻ എടുത്തോളാം. ആ, എന്നാ മോൾ അവിടെ ഇരിക്കും, ചേച്ചി എടുത്തോളൂ. ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം നാരങ്ങ വെള്ളം ഇരിപ്പുണ്ട്. നാരങ്ങ വെള്ളം മതി, വെയിലത്ത് വന്നേയല്ലേ. തണുത്ത വെള്ളം എടുത്താൽ മതി. അമ്മയുടെ പൈസ വല്ലതും ഇരിപ്പുണ്ടോ അമ്മേ? ആ ചിട്ടിയുടെ പൈസ അടയ്ക്കാനുണ്ടായിരുന്നത്. ഞാനത് ചോദിക്കാം, അമ്മയുടെ ഉണ്ടെങ്കിൽ മേടിക്കാവുന്നതുകൊണ്ട് വന്നതാ. ഇന്ന് രാവിലെ അവർ വിളിച്ചിട്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ചിട്ടിയുടെ പൈസ കൊടുക്കണമെന്ന്. നമ്മുടെ ഉണ്ടോ അമ്മേ? എന്തെങ്കിലുമൊന്നും ഇരിപ്പില്ലടി, എവിടെ നിന്ന് കാണാനാ? പപ്പ ഇപ്പം പഴയതുകൊണ്ടൊന്നും തരുന്നൊന്നുമില്ല. അതിൻ്റെ ഇച്ചിരുന്നത് എനിക്ക് ഇച്ചിരി കുറിച്ചിട്ടിയുടെ കൊടുക്കാനുണ്ടായിരുന്നു, അതങ്ങ് കൊടുത്തു. അമ്മ ഇത് വലിയ ഉണക്കിയത്, അത് പൊടിച്ച് ഇനി നിറച്ച് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ പൊടിക്കാൻ പറ്റത്തില്ലല്ലോ. അതിനുവേണ്ടി ഞാൻ ഉണക്കിയതാണ്, കഴുകി ഉണക്കി. ഇനി അത് പപ്പ വന്നിട്ട് വേണം അത് പൊടിക്കാൻ കൊണ്ടുപോകാനായിട്ട്. ചേച്ചി വരുമെന്ന് കണ്ടിട്ട് ഓടി വരുവാണേ, എളുപ്പം പോയിട്ട് വരുവാ. ആ, എന്നാൽ നീ പോയി ശാരദ ചേച്ചിയെ കണ്ടിട്ടോ. അപ്പോഴത്തേന് ഞാൻ ചായ എഴുതാം. എഴുന്നേപ്പാ. ഇല്ലേ, എന്നാൽ ഞാൻ പോയിട്ട് വരുന്നേ. ഇവിടെ ഇരുന്നു. ഞാൻ പോകുന്നില്ല, ചേച്ചി അങ്ങ് പോക്കോ, ഞാൻ വരുന്നില്ല. നീ പോകുന്നില്ലേ അവിടെ കൂടെ അപ്പുറത്തെ ചേച്ചിയെ കാണാനായിട്ട്? ഓ, ഞാൻ പോകുന്നില്ല അമ്മ, എന്തോ ചൂടാ. ചേച്ചി പോയിട്ട് വരട്ടെ, ഞാൻ പോകുന്നില്ല. അമ്മ ചേച്ചി വന്നത്? ഓ, അവള് വന്നതേ അവൾക്ക് കുറിച്ചിട്ടി അടയ്ക്കാനായിട്ട് കണ്ട് ബാലൻസ് ഒക്കെ ഉണ്ടെന്ന്, അതിന് പൈസ ഉണ്ടെങ്കിൽ ഇച്ചിരി കൊടുക്കാനെന്ന് പറഞ്ഞ് വന്നതാണ്. ഞാൻ നീ എന്നോട് ആദ്യമേ വന്നപ്പോഴേ തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു. പിന്നെ എങ്ങനെ അവൾക്ക് കൊടുക്കുന്നത്? അവളോട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അവൾ പോയി കഴിഞ്ഞ് നീ പോയാൽ മതി. അതാണ് തേങ്ങ ഇട്ടതും അതുപോലെ മുളകും മല്ലിയുണ്ട്. പപ്പ പൊടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഇച്ചിരി പൊടി, ഇച്ചിരി പടവലങ്ങയൊക്കെ പറിച്ചത് അച്ചാറിട്ടതൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ഒരു ഓട്ടോ പിടിച്ചങ്ങ് നീ പോയാൽ മതി. അവളിപ്പോൾ അങ്ങ് പോകും. പിള്ളേർ വരാറായ സമയമാകുന്നു. അപ്പോൾ അവൾ വന്നിട്ട് ഇപ്പോൾ അങ്ങ് പോകും. അവൾ ബസ്സിന് അങ്ങ് പോയിക്കോട്ടെ. നീ അത് കഴിഞ്ഞ് പോയാൽ മതി. അമ്മേ, ആ ചായ ഞാൻ എടുത്ത് കുടിക്കാം. അവൾ കുടിച്ചോ അമ്മേ? എന്തോ അമ്മേ അത് കെട്ടുന്നത്? ഓ, ഇത് തന്നെ മോനെ, ഇച്ചിരി എന്താ കാന്താരി മുളക് വെള്ളം അവൾക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറിച്ചത് ഇപ്പം കണ്ടു, ഇത്രയേ ഉള്ളൂ. ആ, അത് അവള് കൊണ്ടുപോട്ടെ. വേണ്ട, നീ ചായ എടുത്ത് കുടിക്കും. ചായ വേണ്ട, ചായ എടുത്ത് കുടിക്കും. അവൾ എന്ത് ചെയ്യേ കൊച്ചേ? തേങ്ങ വേണോട്ടി? വേണമെങ്കിൽ 2-3 തേങ്ങ എടുത്തോണ്ട് പോകും. പോവാ, പിള്ളേർ വരാനും സമയമായി. ബസ് അങ്ങ് പോകും. ബസ് പിന്നെ കിട്ടത്തില്ല അവിടുന്ന്. ഞാൻ പോവാന്ന്. അവളിപ്പോഴേ ഇറങ്ങുന്നില്ലേ? നീ ഇപ്പം ഇറങ്ങുന്നില്ലേടി? ഞാൻ പോവാന്ന്. ആ, വല്ലതും വേണോ കൊണ്ടുപോകാൻ? തേങ്ങ വേണമെങ്കിൽ 4-5 എടുത്തോണ്ട് പോകും. അവള് കൊണ്ടുപോട്ടെ, 5-6. നീ എപ്പോഴും കൊണ്ടുപോകുന്നില്ലേ? അവള് കുറച്ച് കൊണ്ടുപോട്ടെ. വേണമായിട്ട് വേണേ 2-3 തേങ്ങ എടുത്തോണ്ട് പോകും. അപ്പോൾ എനിക്ക് തേങ്ങയൊന്നും വേണ്ടമ്മേ. ആ, ശരിയടി. ആ, വീട്ടിൽ ചെന്നിട്ട് വിളിക്കും കേട്ടോ. ആ, ശരി. ആ തേങ്ങ മൂക്കുന്നതിൻ്റെ ചാക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഓട്ടോ വിളിക്കേ. ഇനി പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയമായില്ലേ, പോകാൻ നോക്ക്. ആ ചാക്കിനകത്ത് കെട്ടി വെച്ചു. സാധനം എല്ലാം എടുത്തൊരു സഞ്ചിക്കകത്തോട്ടാക്കാം, എളുപ്പമായിട്ട്. ചോദിച്ച പൈസയുണ്ട്. അതുപോലെ പിള്ളേർക്ക് ഞാൻ എന്തെങ്കിലും ബേക്കറി വല്ലതും കയറി മേടിച്ചുകൊണ്ട് പോകണം, ഓട്ടോ നിർത്തിയിട്ട് കേട്ടോ. എന്നത് ഇച്ചിരി വെച്ചിട്ടുണ്ട്. അത് മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഞാൻ എടുത്ത് അങ്ങോട്ട് വെക്കാം. ഓട്ടോ വന്നിട്ടുണ്ടല്ലോ. അല്ല അമ്മേ, ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും.
ഞാൻ പോട്ടെ ഇത് കേട്ടോ. ചോദിച്ചത്രേ ഉണ്ടല്ലോ. സാധനം എല്ലാം എടുത്തോണ്ട് വാ. ഞാൻ അങ്ങോട്ട് തേങ്ങയൊക്കെ എപ്പോഴത്തേനും എടുത്ത് വെക്കാം. നീ അടുക്കളയിൽ എടുത്ത് വെച്ചേക്കുന്ന സാധനം എല്ലാം എടുത്തോണ്ട് വാ. പോണം കേട്ടോ. ബൈ. വിളിക്കണേ.